വാർത്തകളെ തിരിച്ചുവരാം. മിനയിൽ ഹജ്ജ് കർമ്മത്തിനിടെ വൻ ദുരന്തമുണ്ടായിരിക്കുന്നു. തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർ മരിച്ചു. 220 പേരുടെ മരണം സൗദി ഡിഫൻസ് വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നു. 500ഓളം പേർക്ക് പരിക്കേറ്റതുമുള്ള വിവരങ്ങളുണ്ട്. മക്കയിലെ ആശുപത്രികളിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യതയെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. മരിച്ചവരിൽ മലയാളികളുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമില്ല. ഇതുവരെ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും അറിയിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപിൽ നിന്ന് പോയ തീർത്ഥാടകന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള ഒരു സ്ഥിരീകരണം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഇപ്പോൾ നൽകുന്നുണ്ട്. ഇന്ത്യക്കാരോ മലയാളികളോ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമില്ല. ഞങ്ങളുടെ പ്രതിനിധികളായ അസ്ഹർ പുള്ളിയിലും റബീഹ് മുഹമ്മദുമുണ്ട് വിവരങ്ങൾ നൽകാൻ. റബീഹ്, ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങൾ സൗദി ഡിഫൻസ് വകുപ്പ് നൽകുന്നുണ്ട്? 220 പേർ മരിച്ചു എന്നുള്ള കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചോ? മറ്റെന്തൊക്കെ വിവരങ്ങൾ ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നുണ്ട്? ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ ഉണ്ടായ ദാരുണമായ ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിൽ 220 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഏറ്റവും അവസാനം സൗദി സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുന്നത്. 450 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഏകദേശം അപകടമുണ്ടായത് നേരത്തെ സൂചിപ്പിക്കുന്ന വ്യത്യസ്തമായി ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് കിങ് അബ്ദുള്ള ബ്രിഡ്ജിന് സമീപത്തായി മിന അൽ ജദീദ് ന്യൂ മിന ഹോസ്പിറ്റലിന് സമീപത്താണ്. ഏകദേശം ഇന്ത്യൻ ഹജ്ജ് ക്യാമ്പിന്റെ ഒരു പരിസര പ്രദേശങ്ങളിലാണെങ്കിൽ തന്നെയും അതിൽ നിന്നും മാറി കൂടുതലായും അവിടെ ഇന്തോനേഷ്യൻ തീർത്ഥാടകർ താമസിക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റൊരു കാര്യം ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. പ്രവാസികാര്യ മന്ത്രി KC ജോസഫ് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ KC ജോസഫ്, സർക്കാരിന് ഈ അപകടവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മലയാളികൾ ആരെങ്കിലും ഈ അപകടത്തിൽപ്പെട്ടതായിട്ടുള്ള എന്തെങ്കിലും വിവരം സർക്കാരിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? വളരെ ദാരുണമായ ഒരു സംഭവമാണിത്. ഹജ്ജ് കമ്മിറ്റിയെയും വിദേശകാര്യ വകുപ്പിനെയും നോർക്ക ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെടുന്നുണ്ട്. ഒഡേപെക്കിന്റെ ചെയർമാൻ ശ്രീ മുഹമ്മദ് കുട്ടി ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് നേരിട്ട് വിളിക്കുകയുണ്ടായി. അവിടെ മലയാളികളായ വോളണ്ടിയർമാരെ രക്ഷാപ്രവർത്തനത്തിലുണ്ട്. ലഭ്യമായ വിവരമനുസരിച്ച് മലയാളികൾ ആരും അവിടെ ഉൾപ്പെട്ടിട്ടില്ല. ഇന്ന് മാത്രമല്ല, ഇനിയും മരണസംഖ്യ കൂടാനും ഇടയില്ല. ഏതായാലും പ്രത്യേകമായി നമ്മൾ സ്ഥിതിഗതികൾ വാച്ച് ചെയ്യുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ ആവശ്യമായ എല്ലാവരോടും സ്വീകരിക്കും. ശ്രീ KC ജോസഫ്, സർക്കാർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടോ? നിലവിൽ ലഭിച്ച വിവരം അനുസരിച്ച് മലയാളികൾ ആരും ഇല്ല എന്നാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും പറഞ്ഞത്. ലക്ഷദ്വീപിൽ നിന്ന് പോയ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം മാത്രമാണ് അവർക്കും ലഭിച്ചിട്ടുള്ളത്. മലയാളികൾ ആരും ഇപ്പോൾ പരിക്കേറ്റ ആശുപത്രിയിലുള്ള കൂട്ടത്തിലും ആരും ഇല്ല എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും പങ്കുവയ്ക്കുന്നത്. ആ വിവരം മാത്രം നമുക്ക് ലഭിച്ചില്ല. അവിടെ നമ്മുടെ ഒഡേപെക്കിന്റെ ചെയർമാൻ ശ്രീ മുഹമ്മദ് കുട്ടി സംഭവ സ്ഥലത്ത് തന്നെ വിളിച്ചിരുന്നു. അവിടെ മലയാളികളായ വോളണ്ടിയർമാരെ പരിശോധന നടത്തി. ഇപ്പോഴുള്ള വിവരം അനുസരിച്ച് മലയാളികൾ ഉൾപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഇനിയും മരണസംഖ്യ കൂടാൻ ഇടയില്ലെന്ന് പറയുന്നു. ഏതായാലും ഞങ്ങളെ പ്രത്യേകമായി ബന്ധപ്പെടുന്നുണ്ട്, ഹജ്ജ് കമ്മിറ്റിയെ ബന്ധപ്പെടുന്നുണ്ട്. വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ KC ജോസഫ് വിവരങ്ങൾ നൽകിയതിന്. റബി, മന്ത്രി സൂചിപ്പിച്ചതുപോലെ നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മലയാളികൾ ആരും തന്നെ ഇല്ല മരിച്ചവരുടെയോ പരിക്കേറ്റവരുടെ കൂട്ടത്തിൽ എന്ന് തന്നെയുള്ള സ്ഥിരീകരണം ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ മലയാളികളും ഇന്ത്യക്കാരും അടക്കം ആളുകൾ അത് അപകടത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ ചില വസ്തുതകൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. കാരണം ഇന്ത്യയിൽ നിന്ന് വന്ന 1 ലക്ഷത്തോളം വരുന്ന ഹജ്ജ് കമ്മിറ്റി കീഴിലുള്ള തീർത്ഥാടകർ കല്ലേറ് കർമ്മത്തിനും അതുപോലെ തന്നെ അറഫയിലേക്കും മുസ്ദലിഫയിലേക്കും മിനയിലേക്കുമുള്ള എല്ലാ യാത്രയും അവർ ബഷായർ മെട്രോ ട്രെയിൻ വഴിയാണ്. ഇന്നലെ രാത്രി അറഫയിൽ നിന്നും അവർ മുസ്ദലിഫയിലേക്ക് വന്നത് ട്രെയിനിലാണ്. അതിനുശേഷം അവർ മുസ്ദലിഫയിൽ നിന്നും കല്ലേറ് കർമ്മത്തിനായി നേരെ ജംറയ്ക്കടുത്തുള്ള മിനയിലെ സ്റ്റേഷൻ നമ്പർ 3 വന്നിറങ്ങി അതിന്റെ തൊട്ടടുത്തുള്ള ജംറയിൽ കല്ലെറിഞ്ഞ് തിരിച്ച് അവിടുന്ന് ട്രെയിനിൽ കയറി ബിന സ്റ്റേഷൻ 2 വരുന്ന രീതിയിലാണ് ഹജ്ജ് കമ്മിറ്റി അവർക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. ആ 1 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകർ യഥാർത്ഥത്തിൽ ശരിക്കും ഈ ഒരു മാർഗമാണ് സ്വീകരിക്കാറുള്ളത്. അല്ലാതെ നടന്നു തന്നെ പോയി കല്ലെറിയണം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഈ സംഘത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ഈ അപകടത്തിൽ പെടാൻ സാധ്യതയുണ്ട് എന്നല്ലാതെ ഈ രീതി അവലംബിക്കുന്നതിനാൽ ഇന്ത്യയിൽ നിന്ന് വന്ന കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി കീഴിലുള്ള തീർത്ഥാടകർ ഈ അപകടത്തിൽ കൂടുതലായി ഉൾപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളതിന്റെ ഒരു കാരണമായിട്ട് നമുക്കിത് കണക്കിലെടുക്കാം. അതോടൊപ്പം തന്നെ ഈ മലയാളികൾ അടക്കമുള്ള 36,000-ഓളം വരുന്ന പ്രൈവറ്റ് ഗ്രൂപ്പിൽ സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഹജ്ജിന് വരുന്ന തീർത്ഥാടകർക്ക് ബസ് സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ദലിഫയിൽ നിന്നും അവർ ധാരാളം തീർത്ഥാടകർ നടന്നു വരേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ധാരാളം ആളുകൾ ഈ ഒരു കൂട്ടത്തിൽ പെടാൻ സാധ്യതയില്ല. കാരണം അവരും ഇന്നലെ രാത്രി അല്ലെങ്കിൽ പ്രഭാതത്തോടു കൂടി തന്നെ കല്ലേറ് കർമ്മത്തിനായി എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നടന്നു തന്നെ കാര്യങ്ങൾ ചെയ്യണം എങ്കിലേ അത് ഏറ്റവും നല്ല രീതിയിൽ
പുണ്യം ലഭിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ സാധാരണ ഉണ്ടാവാറുണ്ട്. മക്കയിൽ നിന്നുള്ള അറഫയിലേക്കും അതുപോലെ മറ്റുമൊക്കെ നടന്നു പോകുന്ന നിരവധി ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ഉപയോഗിക്കാതെ നടന്നു പോകുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ലക്ഷദ്വീപിൽ നിന്ന് തീർത്ഥാടകരടക്കം അങ്ങനെ നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും തെറ്റിക്കൊണ്ടുള്ള ഇത്തരം കർമ്മങ്ങൾക്ക് വേണ്ടി പോയി എന്നുള്ള രീതിയിലുള്ള ചില റിപ്പോർട്ടുകളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ ഈ ഒരു അപകടത്തിൽ വളരെയധികം ഇല്ല എന്നുള്ള ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ നമുക്ക് വിവരം നൽകാൻ കഴിയും. റബി, ഇപ്പോൾ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സൗദി ഡിഫൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ശക്തമായ രക്ഷാപ്രവർത്തനം വളരെ നേരത്തെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു. പരിക്കേറ്റ പല ആളുകളെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് സ്ഥലത്ത് എന്ന് തന്നെയാണോ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ? കാരണം ഏതു തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാവുന്ന രീതിയിലാണ് മിനയിലും അതുപോലെ തന്നെ ഹജ്ജിന്റെ എല്ലാ സ്ഥലങ്ങളിലും സൗദി അധികൃതർ അല്ലെങ്കിൽ അതിന്റെ മെഡിക്കൽ രംഗത്തുള്ള ആയിക്കോട്ടെ സുരക്ഷാ വിഭാഗങ്ങളായിക്കോട്ടെ അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, മിനയിൽ സിവിൽ ഡിഫൻസിന്റെയും അതുപോലെ തന്നെ സൗദി റെഡ് ക്രോസിന്റെയും എല്ലാ സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ആശുപത്രികൾ, മിന ന്യൂ മിന ഹോസ്പിറ്റലുണ്ട്, അൽ ജസർ ഹോസ്പിറ്റലുണ്ട്, മിന എമർജൻസി ഹോസ്പിറ്റലുണ്ട്. ഇത്തരത്തിലുള്ള 3 വലിയ ആശുപത്രികൾ ഈ തീർത്ഥാടകരുടെ തമ്പുകൾക്കിടയിൽ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ മക്കയിൽ നിരവധി സ്പെഷ്യാലിറ്റി സെന്ററുകളും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളും അടക്കമുള്ള മെഡിക്കൽ കോംപ്ലക്സുകളും അടക്കമുള്ള നിരവധി ആശുപത്രി സംവിധാനങ്ങളുമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നിയമപ്രകാരമല്ലാതെ ഔദ്യോഗിക രേഖകൾ ഇല്ലാതെ ഹജ്ജിനെത്തിയ നിരവധി ആളുകൾ ഈ റോഡിന്റെ സൈഡിൽ വഴിയോരത്ത് വിശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരവിടെ കിടക്കുകയുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ആ ആളുകളും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ വളരെ ദാരുണമായി സംഭവിച്ച അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും എല്ലാം സജീവമായി നടക്കുകയാണ്. ആശുപത്രിയിലെത്തിയ ആളുകൾക്കുള്ള ചികിത്സ ഏറ്റവും നല്ല രീതിയിൽ നൽകുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രികളിൽ ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിലുള്ള ഡെപ്യൂട്ടേഷനിൽ നാട്ടിൽ നിന്ന് വന്ന ഡോക്ടർമാരെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ നിയമിച്ചിട്ടുണ്ട്. അറബി അറിയാത്ത ആളുകൾക്ക് അവർ സംസാരിക്കുന്നതിനുള്ള ട്രാൻസ്ലേറ്റർമാരെ അടക്കമുള്ള സംവിധാനങ്ങളെയും ഹജ്ജ് മിഷൻ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യക്കാർ അപകടത്തിൽ പറ്റി ചികിത്സയിലുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള സംവിധാനം ഹജ്ജ് മിഷന്റെ ഔദ്യോഗിക സ്റ്റാഫുകളും അതുപോലെ തന്നെ മലയാളി വളണ്ടിയർമാരും, നമുക്കറിയാം 5000-ഓളം മലയാളി വളണ്ടിയർമാർ ഇപ്പോൾ മിനായിൽ സേവനത്തിനായി വന്നിട്ടുണ്ട്. അവരും ഇത്തരത്തിൽ ആശുപത്രിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. മക്കയിലുള്ള മലയാളി പ്രവാസികളും ഇത്തരത്തിൽ അപകടത്തെക്കുറിച്ചുള്ള അപകടം വിവരം കിട്ടിയ ഉടനെ തന്നെ വിവിധ ആശുപത്രികളിൽ പോയി അന്വേഷണം നടത്തുന്നു. അതോടെ തന്നെ നിരവധി മലയാളി നഴ്സുമാരും ഇത്തരത്തിലുള്ള മക്കയിലെ വിവിധ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുമായി നമ്മൾ പലപ്പോഴും ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ തന്നെ അത്തരത്തിലുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും തന്നെ നമുക്ക് ഇതുവരെ ലഭ്യമായി